അല്ല ഈ ഭാഗത്ത് അതുപോലെ കേട്ടോ, ഓരോ 15 അടി 20 അടി വിട്ടിട്ട് ഓരോ വീടുകളിലേക്കുള്ള ഒഴിവുകൾ ഇട്ടതിനെ കൊണ്ട് കയറി ഇറങ്ങലൊക്കെ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു പെൺകുട്ടിയെ സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട്, ഒരാൾ കയറി ഇറങ്ങുന്നുണ്ട്. ഇറങ്ങട്ടെ. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് കുളപ്പുറം നല്ലൊരു മാറ്റം സംഭവിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പം നമ്മളെ വീഡിയോയിൽ കാണിക്കണ്ടേ, നമ്മുടെ NH66 എന്തെങ്കിലും മാറ്റം വന്നപ്പോൾ നമ്മൾ കാണിക്കണ്ടേ. കുളപ്പുറത്തെ കാഴ്ചകളും പിന്നെ നമ്മുടെ കുരിയാട് വർക്കിലേക്കുള്ള സാമഗ്രികളൊക്കെ തയ്യാറാക്കുന്ന കാഴ്ചകളൊക്കെ കൂടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ NH66 ഇത്രയും വീതി കൂടിയൊരു ഓവർപാസ് വേറെ ഉണ്ടോയെന്ന് സംശയം കേട്ടോ. എത്ര ഇത് വീതി അറിയോ, എന്തിനാണ് ഇപ്പോൾ ഇത്ര വീതിയൊക്കെ? ഒരു 10 വരിപ്പാതൻ്റെ വീതി ഉണ്ടാവും നമ്മുടെ കുളപ്പുറത്തെ ഓവർപാസ്. ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പം നമ്മുടെ പഴയ റോഡ്, ഹൈവേ റോഡ് ആ ഭാഗത്ത് കൂടി അതിലെ എങ്ങനെ അവിടെ പോയിരുന്നു കേട്ടോ. അതിലെ ഈ ഭാഗത്തേക്ക് ഇവിടുന്ന് അങ്ങോട്ട് നേരിട്ട് അങ്ങോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കടകളും എല്ലാം പൊളിച്ച് മാറ്റി ഇവിടെ റോഡൊക്കെ റെഡിയാക്കി ടാറിങ്ങുമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം എന്താണ് കുളപ്പുറം അങ്ങാടിയിലേക്ക് ഇവിടുന്ന് വരുന്ന ആളുകൾക്ക് നേരിട്ട് ഓവർപാസിൻ്റെ മുകളിൽ കൂടി ഒറ്റ കയറ്റം അങ്ങോട്ടേക്ക്. ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഉഷാറായില്ല കേട്ടോ. മറ്റ് അതിലേ തിരിഞ്ഞ് മറിഞ്ഞ് പോയിട്ട് കുറച്ചൊരു സമയം പിടിക്കുന്നതല്ലേ ഞാൻ ഒന്ന് റൗണ്ട് അടിച്ച് പോകണമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇവിടേക്ക് കയറി നേരിട്ട് അങ്ങോട്ട് പോവാം. എന്തായാലും കുളപ്പുറത്തുകാർക്ക് സംഭവം ഉഷാറായി. 6 വരിപ്പാതൻ്റെ കളറൊക്കെ മാറിയിട്ടോ. അവിടെ എന്ന് ടാറിങ് കഴിഞ്ഞാട്ടോ, കുറേ കാലമായി. ഇനി ഒരു കറുപ്പ് പെയിൻ്റ് സ്പ്രേ അടിച്ചോട്ടോ, നല്ല ബ്ലാക്ക് ഉദ്ഘാടനത്തിൻ്റെ ഒന്നില്ലേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ടാറിങ് സൂപ്പറാണ്. പൊളിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ മാറ്റി ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിനൊക്കെ ഇട്ട് എല്ലാ പരിപാടികളും കഴിഞ്ഞ ഏരിയ അല്ലേ. അത് നമുക്കിവിടെ ഈ ഭാഗത്തേക്ക് ഒന്നവിടെ പോയി നോക്കാം. നമ്മുടെ ഗേഡറിൻ്റെ വർക്കുകളൊക്കെ മുകളിൽ നോക്കി കാണാം, അവിടെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഉഷാറായിട്ടോ. ഈ പാസേജ് അടിപൊളിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള കടകളും ആളുകളൊക്കെ കച്ചവടക്കാരൊക്കെ വേറെ വഴിക്കൊക്കെ നീങ്ങിയിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ കുളപ്പുറം അങ്ങാടിയൊക്കെ കൂടി ഒരു ഉണങ്ങിയത് പോലെ ഉണ്ട്. ഇവിടുത്തെ വർക്കും കാര്യങ്ങളും പൊടിയൊക്കെ കൂടി ആയിട്ട് ഒക്കെ ശരിയായിക്കോളും. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ജനങ്ങളുടെ യാത്രകളൊക്കെ ഏകദേശം ഒരു രൂപരേഖ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ കടകളും എല്ലാ ഭാഗത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ആക്റ്റീവായി തുടങ്ങും കേട്ടോ. ഇപ്പോൾ നമുക്ക് കുറച്ചു കാലമൊക്കെ കടകൾ ഇല്ലാത്തവർക്ക് പോയവർക്ക് അവർക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്തിട്ട് വേണം നമ്മൾ ജീവിക്കാൻ. ഒക്കെ വികസനമല്ലേ, വികസനത്തിൽ പല പല മാറ്റങ്ങൾ വരുമ്പം അതിനനുസരിച്ച് ജനങ്ങളും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറേണ്ടി വരും അല്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കുരിയാട് ഭാഗത്തേക്കുള്ള ഗേഡർ വർക്കുകൾ നടക്കുന്നത് കേട്ടോ. ഓവർപാസിൻ്റെ ചോട്ടിലിവിടെ അവർ മണ്ണിട്ട് കോറി വേസ്റ്റൊക്കെ ഇട്ട് ഹൈറ്റ് ഇവിടുത്തെ അങ്ങോട്ട് കുറച്ചൊരു സ്ലോപ്പുള്ള സ്ഥലമായിരുന്നു. കോറി വേസ്റ്റൊക്കെ ഇട്ട് അവർ സെറ്റാക്കി ഗേഡറുകളൊക്കെ വാർത്ത് ഗേഡറുകൾ സെറ്റാകുന്ന ഗേഡറുകളൊക്കെ അവർ ഇവിടുന്ന് ഇങ്ങനെ അപ്പുറത്തെ ഭാഗത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അവിടെ പ്രീ ട്രസ്സിങ് ടെക്നോളജി നടക്കുന്നുണ്ട്. അത് ഇപ്പം പണി നടക്കുന്നുണ്ടോ പോയൊക്കെ അങ്ങനെയാണെന്നുണ്ട് ആ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പ്രീ ട്രസ്സിങ് ടെക്നോളജിയുടെ ഒരു മെഷീനാണല്ലോ അവിടെ ഉള്ളത്. യെസ്, അത് നമ്മുടെ ഗാഡറിൽ ഈ ഹോൾസുകൾ ഇടുന്ന ഭാഗമല്ലേ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കേബിൾ ലൈനുകൾ വലിച്ച് ടൈറ്റാക്കുന്ന ആ കാഴ്ച പണ്ട് നമ്മൾ വീഡിയോകളിലൊക്കെ അങ്ങനെ വിട്ടിരുന്നു കേട്ടോ. ഗാഡറുടെ വർക്ക് അവിടെയൊക്കെ ഉഷാറായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. ഒരുപാട് ഗാഡറുകൾ ഒരുമിച്ച് വർക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ജോലിക്കാരുണ്ട്. KNRCL ഈ സമയത്ത് വർക്കേഴ്സിൻ്റെ കുറവ് എന്തായാലും ഉണ്ടാവില്ല. വർക്കേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് ഈ റീച്ചിൽ. വർക്ക് കഴിഞ്ഞ ഏരിയയിൽ ഇനി ഒരു ഭാഗത്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇവിടെ വർക്ക് നടക്കുന്നത്, കുരിയാട്. അതുകൊണ്ട് തന്നെ ജോലിക്കാരൊരു കുറവുമില്ല, ഇഷ്ടം പോലെ ജോലിക്കാരുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഗേഡറുകളൊക്കെ അവർ ഉണങ്ങിയതിന് ശേഷം ഈ ഭാഗത്തേക്ക് കൊണ്ടുവെക്കുക. അവിടെ വെക്കാനുള്ള സ്ഥലമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ലെവലുള്ള സ്ഥലം ഈ ഭാഗത്തേക്കാണ്. കുളപ്പുറം അവിടെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേ ഇങ്ങോട്ട് വന്നു. ഇതിന് കുഴപ്പമില്ല. ഏതായാലും അവർക്ക് ആ വണ്ടിയിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണം. അത് കുറച്ചങ്ങോട്ട് വരണം എന്നുള്ളൂ. ഇവിടെ വാഹനങ്ങളൊന്നും പോകാത്തൊരു ഏരിയയാണ്
ഈ റോഡ് ഇവിടെ ബ്ലോക്ക് ചെയ്ത കുളപ്പുറത്തേക്ക് കയറാനുള്ള ഒരു ഏരിയ, ഈ ഭാഗം ബ്ലോക്ക് ചെയ്ത. അപ്പോൾ ഇവർ കൂരിയാട് എത്തുന്ന വരെ ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ ദൂരത്തിൽ ഇവർക്ക് എല്ലാ വർക്കും നടക്കും. കമ്പിപ്പണി നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. അതുപോലെ ഗേറ്ററൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി ഇവിടെ. അപ്പോൾ ഇതാട്ടോ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രീ ട്രസ്സിങ് ടെക്നോളജി കണ്ടാ. ഇത് നമ്മുടെ ഗേഡറിൻ്റെ ഉള്ളിൽ കൂടി കേബിളുകൾ, നല്ല ഉറപ്പുള്ള കേബിളുകൾ ഇല്ലേ, അത് ടൈറ്റാക്കി എടുക്കുന്നൊരു മെഷീനാട്ടോ ഈ കാണുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഹോൾസിലേക്ക് ഇങ്ങനെ ഓരോ കേബിളുകൾ വെച്ചിട്ട് ഇതിങ്ങനെ ടൈറ്റാക്കി പിടിക്കും. അങ്ങനെ എത്ര എണ്ണം ഒരു ഗേഡറിൻ്റെ ഉള്ളിൽ 4 എണ്ണം, ഒരു ഹോൾസിൽ 20ഓളം കേബിളുണ്ട് കേട്ടോ. ആ കേബിള് നല്ല ഉറപ്പുള്ള നമ്മുടെ ക്രെയിനിലൊക്കെ ഉപയോഗിക്കുന്ന കേബിളുകളില്ലേ, അതിൻ്റെ വണ്ണം കുറവാണ്. ഇങ്ങനത്തെ 4 എണ്ണം കൂടിയാലുള്ളതൊക്കെയാണ് വലിയ വലിയ ക്രെയിനുകൾക്കുള്ളത്. അപ്പം അങ്ങനെ ഒരുപാട് കേബിളുകൾ 20 4 എണ്ണം തന്നെ 80 കേബിളായില്ലേ, എത്ര എണ്ണത്തിൻ്റെ പവറായി. അപ്പം നമ്മുടെ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഈ ഗാഡർ എടുത്ത് വെച്ചാലും ഈ സാധനം 2 പില്ലറിൻ്റെ മുകളിൽ 2 തലല്ലേ അവിടെ ഇങ്ങനെ ടൈറ്റായി നിൽക്കുന്നോടത്ത് ഇത് തമ്മിലൊരു കോൺക്രീറ്റ് കൂടി ചെയ്യണം. കമ്പി തണ്ടിയില്ലേ, ഈ തമ്മിലൊരു കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തോ കാരണവശാൽ ലോഡ് കൂടി ബീമിനൊരു ചെറിയൊരു വര വരെ വീഴാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരിക്കലും പൊട്ടൂല കേട്ടോ. ഈ കേബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ടൈം ഗ്യാരണ്ടി ഉള്ള കേബിളുകളാണ്. ആ കേബിളിൻ്റെ മുകളിൽ ഈ ഗാഡർ അങ്ങനെ തൂങ്ങിക്കിടക്കും. പക്ഷേ ഈ ഗാഡറിൻ്റെ ഉള്ളിൽ തന്നെ ഇഷ്ടംപോലെ കമ്പിട്ടുണ്ടോ, ഒരിക്കലും ഒന്നും സംഭവിക്കില്ല. പക്ഷേ അതിൻ്റെ മുകളിൽ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിലും കൂടുതൽ നല്ലൊരു പിടുത്തത്തിന് വേണ്ടിയിട്ട് പിന്നീട് വന്നൊരു ടെക്നോളജി ആട്ടോ ഇത്. അടിപൊളി പരിപാടിയാണിത്. ഇപ്പോൾ സ്ലാബ് ഗാഡർ പൊട്ടിപ്പോകുന്ന ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. വലിയ വലിയ പൈപ്പുകളൊക്കെ അതിലേ പോകുന്നുണ്ടല്ലോ. അതാണ് ഈ ടെക്നോളജി. നമ്മുടെ കേരളത്തിലൊക്കെ കുറച്ച് കാലമായിട്ടുള്ളൂ വന്നിട്ട്. മൊത്തത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്ത കാലത്താണ് തോന്നുന്നു. എന്താ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ. ഇവിടെ ആദ്യമുള്ള ബ്രിഡ്ജിനുള്ള ഗാഡറിൻ്റെ ഒന്നും ഇതുപോലുള്ള കേബിളുകൾ വലിച്ചിരുന്നില്ല. പിന്നീട് പല സ്ഥലത്തും ക്രാക്കുകളൊക്കെ വന്ന് ഇതിന് ശേഷം പിന്നീട് വന്ന ഒരു ടെക്നോളജിയാണ് ഈ സാധനം. ഇവിടെയുള്ള സർവീസ് റോഡ് കുഴപ്പമില്ല, ഡ്രെയിനേജിൻ്റെ മുകളിൽ കൂടി പോകുന്നതാണ് കേട്ടോ പ്രശ്നം. ഇതന്നെ കേട്ടോ നമ്മുടെ കുളപ്പുറത്തേക്കുള്ള ശരിക്കുള്ള എക്സിറ്റ്, 6 വരിപ്പാത എന്നുള്ള. ഈ എക്സിറ്റുകളിലൊക്കെ ഇതുപോലെ യെല്ലോ ബോക്സ് മാർക്ക് ഉണ്ടാവും കണ്ടോ. ഇതുപോലുള്ള സർവീസ് റോഡിൽ ഈ ബോക്സിൻ്റെ കറക്റ്റ് നിയമം എന്താണെന്നറിയോ, ഇതിൻ്റെ മുകളിൽ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ, ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വാഹനങ്ങൾ നിർത്തിക്കൊള്ളണം. അതാണ് ഇതിൻ്റെ വാഹനങ്ങൾ ഇതിൻ്റെ മുകളിൽ കൂടി വേറെ ഈ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റൂ എന്നുള്ള നിയമാട്ടോ. ഇതിൻ്റെ ഉള്ള അങ്ങനെ പാഞ്ഞോട് കയറി. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ വളരെയധികം സ്ലോ ആക്കുക. ഇവിടെ ഒരു എൻട്രി എക്സിറ്റ് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കട്ടോ. ഇവിടുത്തെ ഹമ്പ് കോഴിക്കോടൊക്കെ ബൈപ്പാസിലൊക്കെ നല്ല ഹമ്പുകളാട്ടോ, നല്ല വീതിയിലുള്ള ഹമ്പുകൾ. ചെറിയ ഹൈറ്റ് കുറഞ്ഞ കാറുകൾക്കൊന്നൊരു വിഷയം ഉണ്ടാവില്ല ഇവിടെ നിന്ന്. ചെറിയ ഹമ്പാണ് ഇവിടെ കൊടുത്തത്. ഇത് നല്ല വീതിയിൽ കുറച്ച് അകലത്തിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾ മെല്ലെ അവിടെ കയറി അറിയിപ്പോൾ. അടി തീരെ ഹൈറ്റ് ഇല്ലാത്ത വാഹനങ്ങളൊക്കെയാണ് ഇപ്പോൾ കൂടുതലും. ആ വാഹനങ്ങൾക്കൊക്കെ പ്രശ്നം തന്നെ കേട്ടോ. പിന്നെ നമ്മുടെ മലപ്പുറം സർവീസ് റോഡ്, മലപ്പുറം ജില്ലയിലെ സർവീസ് റോഡ്, NRCLൻ്റെ വർക്കിലെ സർവീസ് റോഡ് 1 വേ ആക്കി എന്ന് പറഞ്ഞാൽ ശരിയാണോ? നിയമം പാസ്സാക്കി എന്ന് പറഞ്ഞാൽ ശരിയാവണം. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യട്ടോ. കമൻറ്റ് ചെയ്ത് കറക്റ്റ് നിയമമാണ്, ഇപ്പോൾ തന്നെ പാസ്സാക്കിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്താൽ ബാക്കിയുള്ളവർക്കും കൂടിയൊക്കെ അറിയാം. അറിയാത്തവർക്ക് നിയമം പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യാം. എന്തായാലും നമ്മുടെ സർവീസ് റോഡിലൂടെ ഉള്ള ഈ ഡ്രെയിനേജാണ് ആകെയുള്ളൊരു പ്രശ്നം ആളുകൾക്ക്. ഈ ടാറിങ് ഇത്രയും വീതിയിൽ, 2 വരിപ്പാതൻ്റെ വീതിയിൽ ടാറിങ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു വിഷയമില്ലായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഡ്രെയിനേജിൻ്റെ സ്ലാബ് അല്ലെങ്കിൽ പക്ക ലെവലിൽ വാർത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്തായാലും ഡ്രെയിനേജിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയേണ്ടി വരും കേട്ടോ. ഇതിൻ്റെ മുമ്പ് ഇവിടുന്ന് ഒരു ഷോർട്ട് വീഡിയോ കണ്ടിരുന്നുണ്ട്.
ഇവിടെ ഡ്രെയിനേജ് നമ്മളെ ഫുട്പാത്തിൻ്റെ മുകളിൽ കൂടി ആരും നടക്കുമെന്നുള്ളത് സംഭവം സത്യം തന്നെ കേട്ടോ. ആകെ ഒരു 15 ഫൂട്ട്, പിന്നെ അതിൽ ഇറങ്ങുക, പിന്നെ കയറുക ഇറങ്ങുക. ആളുകൾ കാല് കുഴഞ്ഞിട്ടേ ഈ റോഡുമ്മ കൂടിയൊക്കെ നടക്കണ ഗതികൾ അത്രക്കും ചെയ്ത് വെച്ചിരുന്നു. ഈ ഡ്രെയിനേജിൻ്റെ സ്ലാബിൻ്റെ ലെവലിൽ തന്നെ ഫുട്പാത്ത് ഇൻ്റർലോക്കൊക്കെ വിരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആളുടെ വീഡിയോ കണ്ടിരുന്നു കേട്ടോ. സംഭവം സത്യം തന്നെ കേട്ടോ. എടാ ഈ ഭാഗത്ത് അതുപോലെ കേട്ടോ ഓരോ 15 അടി 20 അടി വിട്ടിട്ട് ഓരോ വീടുകളിലേക്കുള്ള ഒഴിവുകൾ ഇട്ടതിനെ കൊണ്ട് കയറി ഇറങ്ങലൊക്കെ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു പെൺകുട്ടിയെ സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട്, ഒരാൾ കയറി ഇറങ്ങുന്നുണ്ട്. ഇറങ്ങട്ടെ, കയറി ഇറങ്ങി കയറി. എന്തായാലും സംഭവം റിസ്ക്കാട്ടോ. നീട്ടത്തിൽ നടക്കുന്ന ആൾക്കാർ വലിയൊരു ചൊറ തന്നെയാണിത്. എന്തായാലും വേണ്ടിയില്ല. സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.